നമ്മളെ ഒരു ചെറിയ യാത്രയിലാണേ പോകുന്നത്. മറ്റെവിടേക്കുമല്ല, കണ്ണൂരിലുള്ള നമ്മുടെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക്. എല്ലാ വർഷവും പോകുന്നത് നമ്മുടെ തൃക്കലശാട്ട് ദിവസമാണ്. ഈ വർഷമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കർണാടകയിൽ നിന്നുള്ള ആളുകളുടെ വലിയൊരു അതിപ്രസരം ഉണ്ടായിരുന്നു. അത് അങ്ങേയറ്റം അരോചകരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ മറ്റൊരു സംശയവുമില്ല. അതിൽ എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അത്ര ബുദ്ധിമുട്ടായിരുന്നു ഇവരെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ. കാരണം അവിടുത്തെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധ്യവും ഇല്ലാതെ യൂട്യൂബിലുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ചില റീൽസുകൾ കണ്ട് ഓടിപ്പാഞ്ഞ് ഇവിടെ വരുന്നു. ദക്ഷയാഗം നടന്ന ഭൂമിയിൽ വരുന്നു. അവിടെ കാണുന്ന എല്ലാ സ്ഥലത്തും കിടന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവരുടെ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെയും മാർഗത്തിൽ ആ ഒരു ഇത് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ പിന്നെ കാര്യങ്ങൾ നിർവഹണം നടത്തുന്ന എല്ലാ ആളുകളും ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർ തന്നെ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ ഒന്ന് ബോധവൽക്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത്. കാരണം ഈ റീൽസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ അത് ചെയ്താൽ മതിയാവും. കാരണം ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയായിരിക്കും. പക്ഷെ എനിക്കതിൽ പ്രതീക്ഷയില്ല. കാരണം ശബരിമലയിലും ഗുരുവായൂരൊക്കെ ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു അവസരം കിട്ടിയാൽ അവർ ആ ശ്രീകോവിലിനകത്ത് പാഞ്ഞു കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഞാനിത് പറയാൻ വന്നത് മറ്റൊരു വിഷയമാണ്. അതായത് പിന്നെ കൊട്ടിയൂരിലെ ഉത്സവം അവസാനിച്ചുകൊണ്ട്, അത് കൊട്ടിയൂരിലെ അവസാന സെഗ്മെന്റ് ഓഫ് ഉത്സവം എന്ന് പറയുന്നത് ഭൂതഗണങ്ങൾക്ക് ഉത്സവമാണ്. ഭൂതഗണങ്ങളുടെ ഉത്സവമാണ് അവസാന സെഗ്മെന്റ് എന്ന് പറയുന്നത്. ആ ഭൂതഗണങ്ങളുടെ ഉത്സവത്തിന്റെ അവസാനമായിട്ട് നടക്കുന്ന ചടങ്ങുകളാണ്. അതെല്ലാം അവസാനം പ്രാക്കുളം എന്ന് പറഞ്ഞ ചടങ്ങിനോടുകൂടി ഉത്സവം ആരംഭിക്കുകയും അവസാനിക്കുന്നത് ഈ പറഞ്ഞ പിന്നെ എന്താണ് ഈ പറഞ്ഞ തൃക്കലശാട്ടം എന്ന് പറഞ്ഞ ആ ചടങ്ങോടുകൂടിയാണ്. അത് കലശങ്ങളൊക്കെ പൂജിച്ച ആ ഒരു പ്രത്യേക പർണശാലയിൽ നിന്നും കൊണ്ടുവരുന്ന കലശം ഭഗവാന്റെ സ്വയംഭൂ വിഗ്രഹത്തിൽ പിന്നെ അഭിഷേകം ചെയ്യുകയും കലശാട്ടം നടത്തുകയും അതിനുശേഷം പിന്നെ പ്രത്യേകമായിട്ടുള്ള അഷ്ടബന്ധക്കൂട്ടിൽ ഭഗവാൻ വിശ്രമിക്കുകയും ചെയ്യുകയാണ്. ആ അഷ്ടബന്ധക്കൂട്ടിനകത്തേക്ക് അഷ്ടബന്ധക്കൂട്ട് വെച്ച് ഭഗവാന്റെ സ്വയംഭൂ വിഗ്രഹം മൂടുകയും അതിനു മുമ്പായിട്ട് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് മുതിരേരി വാൾ മടക്കം എന്ന് പറയുന്നത്. മുതിരേരി വാള് തിരിച്ച് മുതിരേരിക്ക് പോകുന്നത്. മുതിരേരി വാള് അല്ലാതെ മറ്റ് ചില വാളുകൾ കൂടി അവിടെ കൊട്ടിയൂരുണ്ട്. ആ വാളുകളുടെ പ്രത്യേകത ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പം മുതിരേരി വാളിനെ കുറിച്ച് മാത്രമായിട്ട് പറയാം. മുതിരേരി വാളാണ് ഇതിൽ പ്രധാനപ്പെട്ട. മറ്റേറ്റ വാളുകൾ പ്രധാനമാണെങ്കിൽ കൂടി മുതിരേരി വാളിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മുതിരേരി വാള് വരുന്നതും ഉത്സവത്തിനോടനുബന്ധിച്ചുകൊണ്ടാണ്. അത് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു കാണും. മുതിരേരി വാള് മടങ്ങുക എന്ന് പറയുന്നത് ഈ ചടങ്ങുകളാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുതിരേരി വാളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാള് പിന്നെ ദക്ഷന്റെ കഴുത്തിറക്കാൻ വീരഭദ്രൻ ഉപയോഗിച്ച വാളാണ്. ദക്ഷന്റെ കഴുത്ത് ഖണ്ഡിക്കുകയും ആ വാള് വീരഭദ്രൻ വലിച്ചെറിയുകയും അത് ഏതാണ്ട് 10-30 കിലോമീറ്റർ അകലെയുള്ള മുതിരേരി എന്ന് പറഞ്ഞ പ്രദേശത്ത് പോയി നിൽക്കുകയും അവിടെ മുതിരേരി വാള് അവിടെ ഒരു വയലിൽ കാണപ്പെടുകയും ആ വാള് കണ്ട് കുറച്ചു പേര് അതിനെ കണ്ടപ്പം അതിങ്ങനെ നീങ്ങിപ്പോയിട്ട് അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിച്ചേരുകയും അങ്ങനെ അവിടെ സ്ഥാപിതമാവുകയാണ് ചെയ്തത്. ഈ വാള ഏതാണ്ട് 30 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ എത്തുന്നത്. വാള സ്വയം സഞ്ചരിക്കുകയല്ല, അവിടെയുള്ള പ്രധാനപ്പെട്ട പൂജാരിയായിട്ടുള്ള ആള് ഒരു പ്രത്യേക രീതിയിൽ ധ്യാനിച്ചിരിക്കുകയും ഒരു പ്രത്യേക സമയത്ത് മനസ്സിലൊരു പിന്നെ വെളിപാടുണ്ടാവുകയും അത് വെളിപാടിനനുസൃതമായി അദ്ദേഹം വാളെടുത്തിട്ട് കൊട്ടിയൂരേക്ക് വരികയും സമാനമായ കാര്യങ്ങൾ ഇവിടെ കൊട്ടിയൂർ വെച്ച് ധ്യാനിച്ചിരിക്കുകയും ആ ധ്യാനത്തിന് ശേഷം അദ്ദേഹം ആ ഒരു പ്രത്യേക സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വെളിപാട് പോലെ അദ്ദേഹം പിന്നെ വരികയും ആ വാളുമായിട്ട് അദ്ദേഹം കൊട്ടിയൂരത്ത് മടങ്ങി. വളരെ വികാര നിർഭരമായ ഒരു കാഴ്ച കൂടിയാണ്. കാരണം ആ വാള് മടങ്ങി പോകുമ്പം അതോടുകൂടി നമ്മുടെ ഉത്സവം അവസാനിക്കുകയാണ്. നമ്മൾ എല്ലാവരും കൊട്ടിയൂർ വിട്ട് ഇറങ്ങിപ്പോരണം. പിന്നെ കർണാടകക്കാരെയൊക്കെ ഈ വർഷം അത് മനസ്സിലാക്കിച്ച് തിരിച്ചിറക്കാൻ അവിടെയുള്ള പോലീസും സർവ്വസന്നാഹങ്ങളും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വീണ്ടും അവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കാനായിരുന്നു താല്പര്യം. പക്ഷെ എന്നിരുന്നാലും പിന്നെ അവിടുത്തെ ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവിടെ ഒരു ജില്ലാ കളക്ടറൊക്കെ വന്ന് അവർ പല തരത്തിലുള്ള അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് പലരും മടങ്ങിപ്പോയത്. എന്നിരുന്നാലും ഭഗവാൻ തിരിച്ച് പിന്നെ ആ സ്വയംഭൂ വിഗ്രഹം പിന്നെ അഷ്ടബന്ധക്കൂട്ടിലേക്ക് മാറുകയും മറ്റുള്ള ആളുകളൊക്കെ തന്നെ കൊട്ടിയൂരിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരു വൈശാഖ മഹോത്സവത്തിന് സമാപ്തമായി ഞങ്ങള് ഇതാ മടങ്ങുകയാണ്. അപ്പൊ തിരിച്ചു വരുമ്പം ഞങ്ങളെ വണ്ടി മുമ്പ് വെച്ചിരുന്ന സ്ഥലമായിരുന്നു, നിറയെ വാഹനങ്ങളായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പം
ഞങ്ങളെ ഇപ്പൊ എന്താ പറയാ രാജരഥം മാത്രം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഭഗവാനോട് ഈ വർഷവും കലശാട്ടിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സമയവും ഇതൊക്കെ അനുവദിച്ചു തന്ന ഭഗവാന്റെ മഹാമനസ്കതയ്ക്ക് മുന്നിൽ 1 കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങള് ഇവിടുന്ന് തിരിക്കുകയാണ്.